അമേരിക്കയിലെ ഡാളസിലാണ് ദാസേട്ടനും കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ 4 കൊല്ലമായി അവരവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ പോയതിന് ശേഷം അത് ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. ഈ കോവിഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയതാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം 4 വർഷത്തിൽ കൂടുതലായി. ഇത്തവണയും പ്രത്യേക ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് ദാസേട്ടൻ്റെ പിറന്നാൾ കടന്നു പോവുക. ഇന്ന് രാവിലെ 11 മണിക്ക് ഇന്ത്യൻ സമയം കേക്ക് മുറിച്ചുള്ള ലളിതമായൊരു ആഘോഷമുണ്ടാകും. തത്സമയം ആരാധകർക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്? മധു ദാസേട്ടനെ കോൺടാക്ട് ചെയ്യാനൊരു ശ്രമം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എം. ഏറെ നാളായിട്ട് അമേരിക്കയിലെ ഡാലസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ദാസേട്ടൻ താമസിക്കുന്നത്. മകൻ വിശാലിന്റെയും കുടുംബത്തോടൊപ്പമാണ്. ദാസേട്ടൻ കുറെ നാളായിട്ട് പൊതുപരിപാടികളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. ഗാനമേളകളും ഇല്ല, കച്ചേരികൾ മാത്രമാണ് ദാസേട്ടൻ ഇപ്പോഴും സജീവമായിട്ടുള്ളത്. ഈ പിറന്നാൾ ആഘോഷങ്ങളൊന്നും ഇതിനു മുമ്പും അങ്ങനെ വലിയ ആഘോഷങ്ങളിലൊന്നും താല്പര്യം കാണിക്കാത്ത ഒരാളാണ് ദാസേട്ടൻ. അതുകൊണ്ട് ഈ പിറന്നാളും വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് സൂമിൽ കൂടെ 11 മണിക്ക്, ഇന്ത്യൻ സമയം 11 മണിക്കായിരിക്കും ഒരു കേക്ക് മുറിച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരിക്കും. ഇതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആശംസ നൽകുവാനായി ഈ സൂമിൽ പങ്കെടുക്കുകയും ചെയ്യും. അമേരിക്കയിലെ കച്ചേരികളിൽ ദാസേട്ടൻ ഇപ്പോഴും സജീവമാണ്. ന്യൂയോർക്ക് മുതൽ അങ്ങ് കാലിഫോർണിയ വരെയുള്ള കച്ചേരികൾ, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് കൂടുതലും ഈ കച്ചേരികൾ സംഘടിപ്പിക്കുന്നത്. സംഗീതത്തിൽ ഇനിയും ഏറെ പഠിക്കാനുണ്ട്, അഭ്യസിക്കാനുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് ദാസേട്ടനെ നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നമുക്ക് അത്ര റീച്ചബിൾ അല്ല, ആർക്കും റീച്ചബിൾ അല്ലാത്ത ഒരു രീതിയിൽ വളരെ ഒതുങ്ങിയുള്ള ഒരു ജീവിതമാണ്. ഈ അടുത്ത കാലത്ത് ജൂലൈയിൽ MG ശ്രീകുമാറിനും പത്നിക്കും കാണുവാൻ ഒരു അവസരം ലഭിച്ചു. ഏറെ സമയം ദാസേട്ടനോടൊപ്പം ചെലവഴിച്ചു. തന്നെയുമല്ല, MG ശ്രീകുമാറിന്റെ പിതാവ് മലബാർ ഗോപാലൻ നായരും ദാസേട്ടന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫും ഒരു കാലത്ത് കേരളത്തിലെ നാടക രംഗങ്ങളിൽ വളരെ സജീവമായിരുന്നു, പാടുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. ഏകദേശം 50,000-ലധികം പാട്ടുകൾ പാടിയ ദാസേട്ടൻ തന്നെയാണ് അമേരിക്കയിലെ സംഗീത കച്ചേരി വേദികളിലെ ഇപ്പോഴത്തെയും മിന്നൻ താരം. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.